ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പെസഹ അഷ്ടദിനങ്ങൾ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുനാഥൻ തൻ്റെ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വചനഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവരെ സമീപിക്കുന്നത്. യഹൂദർ പരസ്പരം ശലോം എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാറുണ്ട്. ക്രിസ്തുനാഥൻ ഏതു തരത്തിലുള്ള സമാധാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? സമാധാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള ധൈര്യം കർത്താവ് നൽകും എന്നത് തന്നെയാണ്. അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം വിശുദ്ധ കുർബാനയിൽ പരസ്പരം സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? തീർച്ചയായും ജീവിതത്തിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും തകർച്ചകളും ഉണ്ടാകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക, അവിടുന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ ശക്തരാക്കപ്പെടും എന്ന് തന്നെയാണ്. രണ്ടാമതായി ക്രിസ്തുനാഥൻ ചോദിക്കുകയാണ്, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? വിശുദ്ധ കുർബാനയുടെ സൂചനയാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ബലിവേദിക്ക് അരികിൽ ഒത്തുചേരാറുണ്ട്. ഈ അത്താഴത്തിൽ നാം പങ്കുചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള പങ്കുചേരലാണ് സംഭവിക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തു നമ്മെ വചനത്താലും അവിടുത്തെ തിരുശരീരത്താലും തിരുരക്തത്താലും നമ്മെ തൃപ്തിപ്പെടുത്തുന്നു. ഒടുവിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച നാം അവിടുത്തെ സാക്ഷികളായി തീരുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഉള്ള മനുഷ്യരുടെ ആത്മീയമായ വിശപ്പും ദാഹവും മാറ്റുവാൻ നാം പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക എന്നത് ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തുക എന്നത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 24 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്ന പക്ഷം അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അഴിയുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും തിന്മയുടെ പ്രവണതകളിൽ നിന്നും പിന്തിരിയുക എന്നത് തന്നെയാണ്. നമുക്ക് കർത്താവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല മുന്തിരിവള്ളിയായിട്ട് മാറാം.